ചോറും മുട്ടയും കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചോറ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കപ്പ് ചോറാണ് കേട്ടോ ഞാൻ എടുത്തത്. തലേ ദിവസത്തതോ പുതിയതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്കിനി ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇത് നമുക്കിനി അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് തരിയൊന്നും ഇല്ലാണ്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പോൾ ഇത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നിങ്ങൾ കുഴക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുക്കുക. ചപ്പാത്തിനേക്കാളും കുറച്ച് വലിയ സൈസിലുള്ള ബോളാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഗോതമ്പ് പൊടി വിതറിയതിന് ശേഷം നമുക്കിതുപോലെ പരത്തിയെടുക്കാം. പരത്തിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബട്ടർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ സ്ഥലത്തും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി വിതറി കൊടുക്കാം. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്യണം. അപ്പം ഇതുപോലെ കുറച്ച് വീതിയിൽ നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഇത് പരത്തിയെടുക്കണം. അപ്പം ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഗോതമ്പ് പൊടി വിതറി കൊടുക്കാം. അപ്പം ഇതുപോലെ ഞാൻ ഗോതമ്പ് പൊടി വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കാം. അതല്ലെങ്കിൽ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ചിട്ട് രണ്ടും കൂടി ഒരുമിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദോശക്കല്ല് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ പരത്തി വെച്ചിട്ടുള്ള മാവ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് 2 സൈഡും തിരിച്ചു മറിച്ചെല്ലാം ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ 2 സൈഡും നമുക്കിതുപോലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ 2 സൈഡും ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2 സൈഡും നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. 2 സൈഡും ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഗോതമ്പ് പൊറോട്ടയാണ് കേട്ടോ. സാധാരണ രീതിയിൽ പൊറോട്ട ഉണ്ടാക്കാൻ 1-2 മണിക്കൂറെല്ലാം നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം, വീശി അടിക്കണം. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പൊറോട്ടേൻ്റെ റെസിപ്പിയാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.